ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ. നമ്മുടെ മുൻപിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത, നമ്മുടെ ആലോചനയിൽ ഉൾക്കൊള്ളാത്ത എന്തെല്ലാം പ്രശ്നങ്ങൾ, ബലാകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അദാബുകൾ, അതേപോലെ പ്രതിഫലങ്ങൾ പലതും നമ്മുടെ മുൻപിൽ വരാനുണ്ട്. ഇപ്പം നമ്മൾ ദുനിയാവിലാണ് ഉള്ളത്. ഈ ദുനിയാവ് ആയിടത്തേക്ക് അധ്വാനിക്കുവാൻ വേണ്ടി അള്ളാഹു നമ്മൾ അയച്ചു വിട്ടതാണ്. പക്ഷേ നമ്മളെ ജീവിതം കണ്ടാൽ നമ്മൾ ഇവിടുന്ന് പോവില്ല. ഇവിടെ തന്നെ തനിച്ചു കൂടുവാൻ വേണ്ടി വന്നവരാണെന്ന് തോന്നിപ്പോവും. ഒരിക്കലുമല്ല. എത്ര ആളുകൾ ഇന്നലകളിൽ, നമ്മുടെ കൂടപ്പിറപ്പുകൾ, എത്ര ആളുകൾ മരണപ്പെട്ടു പോയി. എന്തെല്ലാം അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും മനക്കോട്ടകളും പടുത്തുയർത്തിയവരായിരുന്നു അവർ. അതൊന്നും അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. നാം നനക്കാത്ത സമയത്ത് നമ്മളും പോവും. പത്രത്തിൽ വരും, വാട്സപ്പിൽ വരും, ഫോട്ടോസ് വരും. എല്ലാവരും കാണുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലും. അത് 2 ദിവസം കഴിഞ്ഞാൽ കഴിയും. നമ്മളെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. മരണം, ഖബർ, ഖിയാമത്ത് നാള്, മഹ്ശർ, ഊത്ത്. 2 ഊത്തുണ്ടല്ലോ. അഭിപ്രായങ്ങളിൽ 3 2 രണ്ടാമത്തെ ഊത്ത് ഊതുമ്പോഴാണ് 2 ഊത്ത് ആണ് എന്നുള്ള അഭിപ്രായ പ്രകാരം അവസാനത്തെ ഊത്ത് 2ാമത്തെ ഊത്താണല്ലോ. ആ ഊത്തിനെ പറ്റി വിശുദ്ധമായ ഖുർആനിൽ, നമ്മുടെ യാസീനിൽ, നമ്മളൊക്കെ കാണാതെ പഠിക്കേണ്ട യാസീൻ, വളരെ കൃത്യമായി ഓതാൻ പഠിക്കേണ്ട യാസീൻ അതിലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനുഫിഖ ഫിസ്സൂർ فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. എന്താ സംഭവങ്ങളൊക്കെ? വനുഫിഖ, ഊതപ്പെടും കേട്ടോ. ഫിസ്സൂർ, ഇവിടെ ഊതപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഊന്ന് ഉറപ്പായിട്ടാണ് സംഭവിക്കാൻ പോകുന്നതിന് പാസ്റ്റ് ഫോമിൽ, മാളിയുടെ രൂപത്തിൽ പറഞ്ഞത്. വനുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടും. ആ 2ാമത്തെ ഊതൂതിക്കഴിഞ്ഞാൽ ഫഇദാഹും മിനൽ അജ്ദാസ്, ആ സമയത്ത് നമ്മളാവുന്ന മനുഷ്യരെല്ലാം മിനൽ അജ്ദാസി, അവരവരുടെ ഖബറുകളിൽ നിന്ന്, ഇലാ റബ്ബിഹിം, അവരുടെ റബ്ബിലേക്ക്, യൻസിലൂൻ, അവർ വേഗത്തിൽ ഖബറിൽ നിന്ന് പുറപ്പെട്ട് ചലിക്കാൻ, നടക്കാൻ തുടങ്ങും. മാഷാ അല്ലാഹ്. യുസ്രിഊന ഫിൽ ഖുറൂജ്, പെട്ടെന്ന് അവിടുന്ന് പോന്നു നമ്മളിങ്ങ് നടക്കാൻ തുടങ്ങും. എടുക്ക് മഹ്ശറയിലേക്ക്. എന്തൊക്കെയാണ് നമ്മളെ മുൻപിലുള്ളത്? ഞമ്മക്കുണ്ടോ ആ ചിന്ത? അങ്ങനെ നമ്മൾ പറയും. കാരണം 1ാമത്തെ ഊത്തിൻ്റെയും 2ൻ്റെയും ഇടയിൽ സുഖമായ നിദ്രയായിരുന്നു. പിന്നെ ബർസഖിൽ അദാബൊന്നുമില്ല ആർക്കും, കാഫിരീങ്ങൾക്കില്ല, മുഅ്മിനീങ്ങൾക്കില്ല, ആർക്കുമില്ല. അവർ സുഖനിദ്രയായിരുന്നു ആ ഇട. അതാ ഖാലു, അവർ പറയും,
യാ വൈലന മം ബഅസന, നമ്മെ ആരാണ് ഉണർത്തിയത്, മിൻ മർഖദിന, നമ്മുടെ ഉറക്കിൽ നിന്ന്, ഞങ്ങൾ സുഖമായി സുഖനിദ്രയിലായിരുന്നല്ലോ, ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത്? നമ്മളൊക്കെ പറയും. അപ്പം ഒരു വിളിയാളം പറയും, എടാ അത് സാധാ വീട്ടിൽ നിന്നല്ല ഉറക്കുണരല്ലത്, ഹാദാ മാ വഅദർ റഹ്മാൻ, ഹാദാ ഇത്, മാ വഅദർ റഹ്മാൻ, റഹ്മാൻ വഅദ ചെയ്ത, കരാർ ചെയ്ത സംഭവമാണ്. വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിരുന്നല്ലോ, എല്ലാവരും മരിച്ചു പോവും, ഖബറിലേക്ക് പോവും, പിന്നൊരു പുനരുദ്ധാരണമുണ്ടാവും. ആ പുനർജന്മമാണിത്. വസദഖൽ മുർസലൂൻ, മുർസലീങ്ങളും അവരുടെ അനന്തരഗാമികളായ ആലിമീങ്ങളൊക്കെ സത്യമായി പറഞ്ഞു തന്നിരുന്ന ആ സംഭവമാണിത്. നിങ്ങളെ ഉറക്കുന്നാരും വിളിച്ചതല്ല, ഇനി ഉറക്കില്ല, ഇനി മരണമല്ല, ഇനി രണ്ടാലൊരു വീടാണ്. മഹ്ശറിൽ നിന്ന് ഹിസാബ് കഴിഞ്ഞാൽ രണ്ടാലൊരു വീട്. അള്ളാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ. അങ്ങനെ നമ്മൾ പരലോകത്തേക്ക് മഹ്ശറിലേക്ക് നടന്ന് നീങ്ങും. ആർക്കും വഴി അറിയില്ല. അപ്പോൾ വലിയൊരു തീ വന്ന്